City Gold, Gold and Diamonds, Kerala and Karnataka. जिंदाबाद, इनकलाब जिंदाबाद, गुड्स ट्रांसपोर्ट वर्कर्स यूनियन जिंदाबाद, CITU जिंदाबाद, പോലീസ് ആർടിഒ പീഡനം അവസാനിപ്പിക്കുക, ലീഗൽ മെട്രോളജി റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പീഡനം അവസാനിപ്പിക്കുക, ചരക്ക് വാഹനങ്ങളുടെ വാടക ജില്ലാതലത്തിൽ ഏകീകരിക്കുന്നതിന് കമ്മിറ്റി രൂപം നൽകുക, തൊഴിലാളികൾക്ക് വിശ്രമ കേന്ദ്രം സ്ഥാപിക്കുക, ഖനനത്തിനുള്ള പെർമിറ്റ് ജില്ലാതലത്തിൽ നടപ്പിലാക്കുക, മണ്ണ് നീക്കാനുള്ള പെർമിറ്റ് ഗ്രാമപഞ്ചായത്തിൽ ലഭ്യമാക്കുക, കേന്ദ്ര സ്ക്രാപ്പേജ് പോളിസി നിയമം 22 വർഷമാക്കുക, FCI ലോറി തൊഴിലാളികളെ സംരക്ഷിക്കുക, നാഷണൽ പെർമിറ്റ് ലോറി തൊഴിലാളികളെ സംരക്ഷിക്കാൻ നിയമം കൊണ്ടുവരിക, ഗൂഡ്സ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ സിന്ദാബാദ്, CITU സിന്ദാബാദ്, CITU സിന്ദാബാദ്, ഇൻകുലാബ് 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 സിന്ദാബാദ്. നിയമം അവിടെ സ്വീകരിക്കണം. അല്ലാതെ തൊഴിലാളികളെ ഇതിനൊരു ബലിയാടാക്കുന്ന അവരുടെ 6 മാസത്തേക്ക് ഈ ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു നിയമം പിന്തിരിഞ്ഞില്ല എങ്കിൽ നിങ്ങളെ അടക്കം നിലക്ക് നിർത്താനുള്ള എന്താണ് വേണ്ടത്, അതല്ലെങ്കിൽ ഏത് രീതിയിലുള്ള സമരമാർഗമാണ് നടത്തേണ്ടത് എന്ന് CITU തീരുമാനിക്കേണ്ടതായിട്ട് വരും. അതുപോലെ CITU ആ രീതിയിലെ സമരത്തിലേക്ക് പോയാൽ ചിലപ്പോൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർക്കും ഉണ്ടാകും, അതുപോലെ സാധാരണ ജനങ്ങൾക്കും ഉണ്ടാകും. അതിന് ഉത്തരവാദികൾ ഈ രംഗത്തുള്ള തൊഴിലാളികളായിരിക്കില്ല എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം പ്രചരണ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുമ്പോട്ട് വന്നിട്ടുള്ളത്. അതുപോലെ ടിപ്പറിന്റെ കാര്യത്തിൽ പറഞ്ഞു വേറൊരു കാര്യം, രാവിലെ 8 മണി മുതൽ 10 മണി വരെ സർവീസ് നടത്താൻ വേണ്ടി പാടില്ല, വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെ നടത്താൻ വേണ്ടി പാടില്ല. ഗവൺമെന്റ് പറഞ്ഞു 1 മണിക്കൂർ രാവിലെ 1 മണിക്കൂർ വൈകുന്നേരം ടിപ്പർ സർവീസ് നടന്ന് നിർത്തിവെക്കണം, സ്കൂൾ കുട്ടികൾ പോകുന്ന സമയമാണ് എന്ന്. അപ്പോഴും CITU വ്യക്തമായ അഭിപ്രായം നിർത്തിവെച്ചുകൊണ്ട് മാത്രം അപകടങ്ങൾ ഒഴിവാകുന്നില്ല. സ്പീഡ് നിയന്ത്രിക്കാൻ നിലവിൽ മോട്ടോർ വാഹന വകുപ്പിന് ഇവിടെ നിയമമുണ്ടല്ലോ. ഏതൊരു വാഹനമായാലും, ബസ്സായാലും, ഓട്ടോറിക്ഷയായാലും, ലോറി ആയാലും, ഏത് വാഹനങ്ങളായാലും ഇത്ര സ്പീഡിൽ മാത്രമേ ഓടാൻ വേണ്ടി പാടുള്ളൂ. അത് ടൗൺ ഏരിയകളിലാണെങ്കിലും ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിലും ഇന്ന റോഡുകളിൽ ഇത്ര മാത്രം കിലോമീറ്റർ ഇത്ര സ്പീഡിൽ മാത്രമേ ഓടാൻ പാടുള്ളൂ എന്ന് വ്യക്തമായ നിയമം മോട്ടോർ വാഹന വകുപ്പിലുണ്ടല്ലോ. നടപ്പാക്കുന്നതിന് പകരം ഇങ്ങനെ ഓരോ മണിക്കൂർ 1 മണിക്കൂർ വൈകുന്നേരം 1 മണിക്കൂർ എന്ന രീതിയിൽ നിർത്തിയിട്ടത് കൊണ്ട് മാത്രം അവിടെ ഒഴിവാകുമോ? ഒരു രീതിയിലും അവിടെ ഒഴിവാവില്ല. കർശനമായ നിയന്ത്രണം വേണം. ഏത് ടിപ്പർ ലോറി ഡ്രൈവർമാർ ആ രീതിയിൽ ഓവർ സ്പീഡിൽ പോകുന്നുണ്ടെങ്കിൽ അവരെ നിലക്ക് നിർത്തണം. യാതൊരു തർക്കവുമില്ല, ഞങ്ങൾ ആരും ഇടപെടുന്നില്ല. അങ്ങനെ അനുവദിച്ചതിനേക്കാളും കൂടുതൽ സ്പീഡിൽ സർവീസ് നടത്തി അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഡ്രൈവർമാർ ടിപ്പർ മാത്രമല്ലല്ലോ, ഏതെല്ലാം വാഹനങ്ങൾ അതുപോലെ അപകടത്തിൽപ്പെടുന്നുണ്ട്. അങ്ങനെ നിയമലംഘനം നടത്തുന്നവർ ആരായാലും ശരി അവരെ പേരിൽ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റും ഉദ്യോഗസ്ഥന് CITU ഒരു രീതിയിലും തടസ്സം നിൽക്കുന്നില്ല. പക്ഷേ ഉള്ള നിയമത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അതിന്റെ പേരിൽ തൊഴിലാളികളെ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന ജനങ്ങളെ ആകെ ഈ ഗവൺമെന്റിനെതിരായി തിരിക്കുന്നതിന് വേണ്ടി എല്ലാ ശ്രമം നടത്തുന്ന ചില ഉദ്യോഗസ്ഥന്മാരെങ്കിലും പോലീസിലുമുണ്ട്, മറ്റുള്ള ജിയോളജി വകുപ്പിലുമുണ്ട്, മറ്റേ നിർമ്മാണ ഇതിലുമുണ്ട്.
എല്ലാ വിഭാഗത്തിലും ഈ രീതിയിൽ ഗവൺമെന്റിനെ താറടിച്ച് കാണിക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. റവന്യൂ വിഭാഗത്തിൽ നല്ലൊരു ശതമാനം ഉദ്യോഗസ്ഥന്മാർ ആ രീതിയിലാണ് ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അവരുള്ള എവിടെയെങ്കിലും ഉണ്ടായ നിയമത്തിന്റെ കടലാസുകൾ എടുത്തുകൊണ്ട് അത് നടപ്പിലാക്കി ഇതെല്ലാം ഗവൺമെന്റിന്റെ തീരുമാനമാണ് എന്ന് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ധരിപ്പിച്ചുകൊണ്ട് ഈ ഗവൺമെന്റിനെതിരായി തിരിക്കുക എന്നുള്ളതാണ് ഈ റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെയും എല്ലാവരുടെയും ശ്രമം. അത് അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി പാടില്ല, അനുവദിച്ചു കൊടുക്കില്ല എന്നാണ് CIT പറയുന്നത്. ആ രീതിയിലേക്ക് ഈ ടിപ്പർ മേഖലയിലുള്ള ലോറി തൊഴിലാളികളായാലും മറ്റു ലോറി തൊഴിലാളികളെ ആയാലും വലിയ കണ്ടെയ്നർ പോലുള്ള തൊഴിലാളികളെ ആയാലും അവരെല്ലാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെ ജീവിക്കാൻ അനുവദിക്കണം, ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം ഉണ്ടാക്കണം. അതിന് എന്തെങ്കിലും കാര്യങ്ങളിൽ ഒരു നിയമ ഭേദഗതി ആവശ്യമുണ്ടെങ്കിൽ അതിന് ബന്ധപ്പെട്ട ട്രേഡ് യൂണിയൻ നേതാക്കളുമായും അതുപോലെ രാഷ്ട്രീയ കക്ഷി നേതാക്കളുമായും ചർച്ച നടത്തിക്കൊണ്ട് അതത് വകുപ്പിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് നിലവിലുള്ള നിയമത്തിൽ മാറ്റം വരുത്തുന്നതിന് യാതൊരു തടസ്സവും CIT പ്രസ്ഥാനം മുമ്പോട്ട് അതിന് തടസ്സം നിൽക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ഏകപക്ഷീയമായി കേരളത്തിൽ ഗവൺമെന്റ് പോലും ഉദ്ദേശിക്കാത്ത കാര്യം, ഗവൺമെന്റ് പോലും തീരുമാനിക്കാത്ത കാര്യം ചില ഡിപ്പാർട്ട്മെന്റുകളിൽ ഉദ്യോഗസ്ഥന്മാർ ഇതാണ് നിയമം എന്ന രീതിയിലേക്ക് അടിച്ചേൽപ്പിക്കാനാണ് ശ്രമമെങ്കിൽ നിങ്ങളെ നിലക്ക് നിർത്തുന്നതിന് വേണ്ടിയുള്ള പ്രക്ഷോഭ സമരത്തിന്റെ നേതൃത്വം കൊടുക്കാൻ CIT തയ്യാറാവും. അതിന് യാതൊരു മടിയും ഞങ്ങൾ കാണിക്കില്ല എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് പല രീതിയിലുള്ള വാടകയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിത്യോപസാധനങ്ങൾ അടക്കം കൊണ്ടുപോകുന്ന ഒരു വാഹനമാണ് ലോറി. ആ ലോറിക്ക് നിയമാനുസൃതം വാടക നിശ്ചയിക്കാനുള്ള അധികാരം ഗവൺമെന്റിനാണ്. കേരളത്തിലെ ഗവൺമെന്റ് ഓരോ വർഷക്കാലം അല്ലെങ്കിൽ 5 വർഷക്കാലം കൂടുമ്പോൾ 2 വർഷക്കാലം കൂടുമ്പോൾ ബന്ധപ്പെട്ട എല്ലാ രംഗത്തും പരിശോധിച്ചുകൊണ്ട് വാടക അത് വർദ്ധിപ്പിക്കേണ്ടി ഡീസലിനും മറ്റു അതുപോലുള്ള സാധനങ്ങൾക്കെല്ലാം വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ വില വർദ്ധിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അതുപോലെ നിത്യവും സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നു, ജീവിത പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. ജോലി ചെയ്യുന്ന തൊഴിലാളിക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് സ്വന്തം കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടി കഴിയുന്നില്ല. അങ്ങനെ വരുമ്പോൾ വാടക ചിലപ്പോൾ പുതുക്കി നിശ്ചയിക്കേണ്ടതായിട്ട് വരും. അത് എല്ലാ മേഖലയിലും ഉണ്ടല്ലോ. എല്ലാ മേഖലയിലും പുതുക്കി നിശ്ചയിക്കുമ്പോൾ വാടക വർദ്ധിപ്പിക്കുമ്പോൾ റെയിൽവേ ചാർജ് ആയാലും വിമാന ചാർജ് ആയാലും എന്ന് വേണ്ട എല്ലാ കാര്യത്തിലും ചാർജ് വർദ്ധിപ്പിക്കേണ്ട സാഹചര്യം വരുമ്പോൾ വർദ്ധിപ്പിക്കണം. വരവും ചെലവും പോകുന്നില്ല എങ്കിൽ അതിനു വേണ്ട സാഹചര്യം ഉണ്ടാക്കാൻ ബന്ധപ്പെട്ട രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റുകൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ജനങ്ങളെ സംരക്ഷിക്കാൻ, ജനങ്ങൾക്ക് വേണ്ട സാഹചര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ആണല്ലോ ഓരോ ഗവൺമെന്റും പ്രവർത്തിക്കുന്നത്. അങ്ങനെ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി അവരെ ലോറിയുടെ വാടകയും പുതുക്കി നിശ്ചയിക്കേണ്ട സമയത്ത് പുതുക്കി നിശ്ചയിക്കണം. ഫെയർ വേജസ് അടക്കം ശമ്പള വർധനവടക്കം നടപ്പിലാക്കേണ്ടതുണ്ട്. കേരളത്തിൽ ഗവൺമെന്റ് പ്രഖ്യാപിച്ച ശമ്പളത്തിനനുസരിച്ച് കൊണ്ടാണ് തൊഴിലാളികൾ ജോലി ചെയ്യുന്നത്. 5 കൊല്ലം കൂടുമ്പോൾ ഫെയർ വേജസ് പുതുക്കി നിശ്ചയിക്കുക എന്നത് കേരളത്തിലെ നിയമമാണ്, തൊഴിൽ നിയമമാണ്. ആ തൊഴിൽ നിയമത്തിൽ നിന്നുകൊണ്ട് തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരും മന്ത്രിയും അതിനുവേണ്ട നിർദ്ദേശം മന്ത്രി കൊടുക്കുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ അതിനുവേണ്ട സാഹചര്യം ഒരുക്കണം, വേണ്ട തെളിവെടുപ്പ് നടത്തണം. അന്വേഷണം നടത്തിക്കൊണ്ട് വർദ്ധിപ്പിക്കേണ്ടതിന്റെ നിത്യോപസാധനങ്ങളുടെ വില വർധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര ശതമാനമാണ് വില വർദ്ധിച്ചിട്ടുള്ളത്, അങ്ങനെ ജീവിത സൂചിക ജീവിത നിലവാരത്തിൽ വരുന്ന മാറ്റത്തിനനുസരിച്ചുകൊണ്ട് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ആവേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം കേരളത്തിലെ ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സമരത്തിലൂടെ ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ ഒന്ന്. ഇങ്ങനെ വാടക നിശ്ചയിക്കുമ്പോൾ ചെറുതും വലുതുമായ വാഹനങ്ങളുണ്ട്. ചെറിയ വാഹനങ്ങളും വലിയ വാഹനങ്ങളും എല്ലാത്തിനും ഒരേ രീതിയിൽ വാടക നിശ്ചയിച്ചാൽ ഇന്നത്തെ കാലത്ത് സർവീസ് നടത്താൻ വേണ്ടി കഴിയില്ല. നേരത്തെ രാജൻ സൂചിപ്പിച്ചു, ചെറിയൊരു കുറച്ച് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള 2-3 ടൺ വരെ മാത്രം വരുന്ന കമ്പി അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അതിന് മുമ്പിൽ ക്യാബിന്റെ മുകളിലേക്കും അതുപോലെ പിറകിലേക്ക് നമ്മുടെ ബോഡിക്ക് പിറകിലേക്കായിട്ട് ചിലപ്പോൾ കമ്പി നീണ്ടു നിൽക്കും. അങ്ങനെ കമ്പി നീണ്ടു നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ വണ്ടിക്ക് 4 ടണ്ണോ 5 ടണ്ണോ കയറ്റാൻ വേണ്ടി അനുവാദം ഉണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് വേണ്ടത് 2 ടൺ മാത്രമാണ്. ഈ 2 ടൺ മാത്രം ഞാൻ എടുത്തുകൊണ്ട് കൊണ്ടുപോകുമ്പോഴും ഇത് പുറത്തു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ പല സ്ഥലത്തും ക്യാമറയുണ്ടല്ലോ, ക്യാമറയുണ്ട്. അതല്ലെങ്കിൽ പോലീസ് വണ്ടികളുണ്ട്. അവർ കണ്ടാൽ കൈ കാണിച്ച് നിർത്തിയിടുക. ഇതിന്റെ പേരിൽ ലോഡ് പുറത്തു നിൽക്കുന്നുണ്ട് എന്നതിന്റെ പേരിൽ 5ഉം 10 അത് ബോഡിക്ക് പുറത്താണ്, നിങ്ങൾ കട്ട് ചെയ്ത് കൊണ്ടുപോയിക്കൊള്ളണം എന്ന്. അങ്ങനെയാണോ? കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമമാണത്. അല്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയ നിയമത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചില ലോഡുകൾ
ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുമ്പോൾ ചില ലോഡുകൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലേക്ക്, അതല്ലെങ്കിൽ എല്ലാ മറ്റുള്ള വണ്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ നീണ്ടു നിൽക്കുമ്പോൾ അത് സർവീസ് കിലോമീറ്ററുകളോളം സർവീസ് നടത്തുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വാഹനങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക അല്ലെങ്കിൽ അത് മാറ്റുന്നതിന് വേണ്ടി അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി പാടില്ല എന്ന് എന്നാണ് ഗവൺമെന്റ് പറഞ്ഞത്, കേന്ദ്ര ഗവൺമെന്റ് നിയമത്തിലുള്ളത്. പക്ഷേ അതൊന്നും നോക്കാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാവുന്നില്ല. അവർ ഏറ്റവും വില ഫോർണോർ കയറ്റിക്കൊണ്ട് പോകുന്ന സാധനത്തിന്റെ പേരിൽ ആ തൊഴിലാളിയെ പീഡിപ്പിക്കുക, ആ തൊഴിലാളിയുടെ പേരിൽ കേസെടുക്കുക, 6 മാസത്തേക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക എന്ന സമീപനമാണ് എടുക്കുന്നത്. എന്ത് ന്യായമാണിത്? ഗവൺമെന്റ് പോലും തീരുമാനിച്ചതിനെ ഉണ്ടാക്കിയ നിയമത്തെ വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അത് നടപ്പിൽ വരുത്തുക. പക്ഷേ അത് സഹിച്ചുകൊണ്ട് പോവുകയാണ്. ഇപ്പോൾ ടിപ്പർ മേഖലയിലായാലും ശരി, ലോറി ആയാലും ശരി, എവിടെയെങ്കിലും പോലീസോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റോ കൈ കാണിച്ചു നിർത്തി നിശ്ചിതമായ രീതിയിൽ എന്തെങ്കിലും കാരണം പറഞ്ഞ് പിഴയിടുമ്പോൾ ആ പിഴയടക്കാൻ നിർബന്ധിക്കപ്പെടുന്നു. ആരോടും ഒന്നും ചോദിക്കുന്നില്ല, അപ്പോൾ തന്നെ വണ്ടി എടുത്ത് പോവുകയാണ്. ഇതെല്ലാം എൻ്റെ ഒരു വിധിയാണ് എന്ന രീതിയിലേക്ക് തൊഴിലാളികൾ അത് കാണുന്നു. പക്ഷേ CIT പറയുന്നത് അങ്ങനെ നമ്മൾ എവിടെയും ബലിയാടാവേണ്ട ആവശ്യമില്ല. ആര് തന്നെയായാലും ഇല്ലാത്ത നിയമത്തിന്റെ പേരിൽ തൊഴിലാളികളെ ദ്രോഹിക്കാൻ മുന്നോട്ട് വരുമ്പോൾ, നിലവിലേതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ നമ്മൾ തൊഴിലാളികൾ തയ്യാറാവണം. തൊഴിലാളികൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. എന്താണ് ഞാൻ ചെയ്ത തെറ്റ് എന്ന് ചോദിക്കാൻ വേണ്ടി കഴിയണം ആ ഉദ്യോഗസ്ഥനോട്. അങ്ങനെ ചോദിക്കാൻ തയ്യാറായാൽ തീർച്ചയായും ഇപ്പോഴെടുക്കുന്ന ഈ സമീപനത്തിൽ നിന്ന് പല ഉദ്യോഗസ്ഥന്മാരും പുറകോട്ട് പോകും, യാതൊരു സംശയവുമില്ല. കൂടി നമ്മുടെ ജോലി ചെയ്യാൻ വേണ്ടി കഴിയണം. നമ്മുടെ ജോലി നമ്മൾ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യുമ്പോൾ, അസത്യസന്ധമായി ചെയ്യുമ്പോൾ, യാതൊരു വിധ നിയമലംഘനവുമില്ലാതെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഒരു ഉദ്യോഗസ്ഥനും നമ്മളെ തടഞ്ഞു വെക്കാനോ നമ്മുടെ ലൈസൻസ് റദ്ദ് ചെയ്യാനോ മറ്റ് പിഴയിടാക്കാനോ ഉള്ള ഒരു അവസരം ഉണ്ടാവില്ല. അതല്ല, ആ രീതിയിലേക്ക് ഇതെല്ലാം ഉണ്ടായിട്ടും ഒന്നും കാണാതിരിക്കുമ്പോഴും എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് കാസർഗോഡ് ഏരിയക്കകത്ത് പ്രത്യേകിച്ച് ഈ വടക്കൻ മേഖലകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ, ഈ രംഗത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ഇപ്പോഴും സംഘടിതരല്ല. അങ്ങനെ സംഘടിതരല്ലാത്തത് കൊണ്ട് തന്നെ പല രീതിയിലുള്ള കുറ്റങ്ങൾക്കും അവർ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് പോലും ശിക്ഷ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ശിക്ഷ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. അറിയുന്നില്ല എന്താണ് ഞാൻ ചെയ്യുന്ന തെറ്റ് എന്ന് ആ തൊഴിലാളി അറിയുന്നില്ല, അല്ലെങ്കിൽ തൊഴിലാളിക്ക് അത് ചോദ്യം ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല. അങ്ങനെ തയ്യാറാവാത്തത് കൊണ്ട് പലപ്പോഴും ചെയ്യാത്ത കുറ്റത്തിന്റെ ശിക്ഷ തൊഴിലാളി നേരിടേണ്ടതായിട്ട് വരുന്നു, അല്ലെങ്കിൽ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നു. അത് മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയണം എന്നാണ് CIT പറയുന്നത്. CITന്റെ നിലപാട് അതിനെന്ത് വേണം? എല്ലാ തൊഴിലാളികളും സംഘടനയിലേക്ക് വന്ന് സംഘടനയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാക്യമായി കണ്ടുകൊണ്ട് എല്ലാം എന്റെ തലവിധിയാണ് എന്ന് കണ്ട് അത് അടച്ചുകൊണ്ട് പോവുക, അല്ലെങ്കിൽ ആ രീതിയെ അനുസരിച്ച് ജോലി ചെയ്യുക. നമ്മൾക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മൾ മാന്യമായ രീതിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ്. തൊഴിലാളി എന്ന ആ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജനസേവകരാണ്, നമ്മൾ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്. എല്ലാ നിയമവും വെച്ചുകൊണ്ട് തയ്യാറാവണം. അതല്ലാതെ എവിടെയും ആരെങ്കിലും ചെയ്യുന്ന കുറ്റത്തിന് ആ എല്ലാം തൊഴിലാളികളുടെ തലയിൽ വെച്ചുകൊണ്ട് അവരുടെ ലൈസൻസുകൾ റദ്ദ് ചെയ്യാം എന്നുള്ള സമീപനവുമായിട്ട് ഉദ്യോഗസ്ഥന്മാർ മുന്നോട്ട് വന്നാൽ അതിനെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ CIT എന്ന പ്രസ്ഥാനത്തിന് കഴിയില്ല എന്ന് പറയുകയൊക്കെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നാട്ടുകാരോട് പൊതുജനങ്ങളോട് പറയാനുള്ളത്, സെപ്റ്റംബർ മാസം 3-ാം തീയതി ഒരു ദിവസത്തെ പണിമുടക്ക് ലോറി തൊഴിലാളികൾ നടത്തിയാൽ അത് ഈ തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണ്, അത് എന്തിനു വേണ്ടിയിട്ടാണ് സമരം അവർ നടത്തുന്നത് എന്ന് ജനങ്ങൾക്ക് കൂടി ബോധ്യപ്പെടണം. ദിവസങ്ങളോളം ചിലപ്പോൾ പണിമുടക്ക് നടത്തേണ്ടി വന്നാൽ ഞങ്ങൾ അതിൽ നിർബന്ധിതരാകും. അങ്ങാടിയുടെ സ്ഥിതി, പച്ചക്കറി ലോറി ഇവിടത്തേക്ക് വരുമോ? നിത്യവും മറ്റുള്ള സാധനങ്ങളുമായി ഒരു ലോറി ഇവിടത്തേക്ക് വരില്ല. സിമെന്റിലോ ലോറി വരുമോ? കല്ലോ ഒരു ലോറിയും ഇവിടത്തേക്ക് വരില്ല. അങ്ങനെ ദിവസങ്ങളോളം ആഴ്ചകളോളം വരാതിരുന്നാൽ എന്തായിരിക്കും നമ്മുടെ ചെങ്ങള പഞ്ചായത്തിന്റെ കാസർഗോഡ് ജില്ലയുടെ അല്ല കേരള സംസ്ഥാനത്തിന്റെ സ്ഥിതി എന്തായിരിക്കും? ജനങ്ങൾക്ക് നിത്യോപ സാധനങ്ങൾ ഇന്ന് ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെ എല്ലാ സാധനങ്ങളും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണ്. അങ്ങനെ വരാതിരുന്നാൽ നമ്മളുടെ ജീവിത പ്രയാസം ഉണ്ടാവും. അപ്പോൾ പൊതുജനങ്ങളെല്ലാം ലോറി ഡ്രൈവർമാർ പണിമുടക്ക് നടത്തിയത് കൊണ്ടാണ് നമുക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് തൊഴിലാളികളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഞങ്ങൾ പണിമുടക്ക് നടത്തിയാൽ അന്ന് തൊഴിലാളിക്ക് ശമ്പളം നഷ്ടം തന്നെയാണ്. അങ്ങനെ പണിമുടക്കിലേക്ക് പോകേണ്ടി വരുന്നത് ഒരു ഗത്യന്തരവുമില്ലാത്ത ഒരു സമീപനം ഉദ്യോഗസ്ഥന്മാർ ബന്ധപ്പെട്ട ആൾക്കാർ സ്വീകരിക്കുമ്പോഴാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു സമരത്തിലേക്ക് പോകേണ്ടി വരുന്നത്. അതിന് നേതൃത്വം കൊടുക്കാൻ CIT തയ്യാറാകുന്നത്.
അങ്ങനെ വേണ്ടി വന്ന സമരം നടത്തുമ്പോൾ ആ സമരത്തെ സഹായിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ മുഴുവൻ ജനങ്ങളും തയ്യാറാവണം. അല്ലെങ്കിൽ മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു ഗവൺമെന്റ് അല്ല എന്ന് ഞങ്ങൾക്ക് ഉത്തമബോധ്യമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയ പല തൊഴിലാളി ദ്രോഹ നയങ്ങളും നിലപാടുകളും കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് ഉച്ചത്തിൽ പറയാൻ, അല്ലെങ്കിൽ ധൈര്യത്തോടു കൂടി പറയാൻ ധൈര്യം കാണിച്ച ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത്. ആ ഗവൺമെന്റിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് ആ സമരത്തെ സഹായിക്കേണ്ടത് നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും ബാധ്യതയാണ് എന്നുള്ള ഒരു ബോധം ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ സഹായങ്ങൾ അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. സെപ്റ്റംബർ മാസം 3-ാം തീയതി പണിമുടക്ക് നടത്തും എന്നിപ്പോൾ തീരുമാനിച്ചത് CIT മാത്രമാണ്. തീരുമാനിക്കുന്ന സമയത്ത് മറ്റുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ടിട്ടില്ല. അതിനുശേഷം ആ സംഘടനയുടെ എല്ലാ വിഭാഗം തൊഴിലാളി സംഘടനകളും വാഹന ഉടമകൾ, നല്ലൊരു ശതമാനം വാഹന ഉടമകളുണ്ട് ഈ രംഗത്ത്. ലോറി ഉടമകൾ എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല. കേരളത്തിലേക്ക് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ വലിയ ലോറി ഉടമകളൊന്നുമില്ല. പലരും സ്വന്തം ഒരു ജീവനം നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ സംയുക്തമായ ഒരു കൺവെൻഷൻ മറ്റന്നാൾ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്തു. ആദ്യം ഞാൻ പറഞ്ഞല്ലോ, സമരം പ്രഖ്യാപിച്ച CIT-ന്റെ തീരുമാനപ്രകാരമാണ്. അതിനുശേഷമാണ് വാഹന ഉടമകൾ, മറ്റുള്ള ട്രേഡ് യൂണിയൻ സംഘടനകളും BMS ഒഴികെ. BMS സമരസംഘടനയിലില്ല, സമരത്തിലില്ല. അവർക്കിപ്പോ സമരമൊന്നും വേണ്ട. അവർ 2014 വരെ എത്രയോ സമരത്തിൽ നമ്മളോടൊപ്പം നിന്ന ഒരു സംഘടനയാണ് BMS എന്ന് പറയുന്ന സംഘടന. എന്തുകൊണ്ടാണ് 2014 ശേഷം അവർ സമരത്തിൽ നിന്ന് പിന്മാറിയത്? കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എടുത്ത തീരുമാനം, നടപ്പിലാക്കിയ നിയമം, ഏതെങ്കിലും ഒരു നിയമത്തിൽ നിന്ന് തൊഴിലാളികളെ രക്ഷപ്പെടുത്തുന്നതിലേക്കുള്ള തീരുമാനം ആ ഗവൺമെന്റ് വന്നപ്പോൾ എടുത്തിട്ടുണ്ടോ? 2011 ദിവസങ്ങളോളം പണിമുടക്ക് നടത്തിയ മോട്ടോർ തൊഴിലാളികൾ പണിമുടക്ക് നടത്തിയിട്ടുണ്ട്. ആ പണിമുടക്കിൽ ഉന്നയിച്ച എല്ലാ വിഷയങ്ങളും ഇന്നും നിലനിൽക്കുകയാണ്. അന്ന് നമ്മളോടൊപ്പം നിന്ന ആ BMS എന്ന് പറയുന്ന സംഘടന ഇപ്പോൾ 14 മുതൽ സമരരംഗത്തേക്കില്ല. അത് അവരുടെ രാഷ്ട്രീയപരമായ തീരുമാനം, നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, അതിന്റെ നേതൃത്വം സമരരംഗത്തേക്ക് ഇല്ലെങ്കിലും അതിൽ നിൽക്കുന്ന അണികളായിട്ടുള്ള BMS-ന്റെ പ്രവർത്തകന്മാർ കഴിഞ്ഞ കാലങ്ങളിൽ 42 മണിക്കൂർ സമരം നടത്തുമ്പോൾ ഐക്യ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ 48 മണിക്കൂർ സമയം ഇന്ത്യ രാജ്യത്തെ പ്രവർത്തകന്മാർ എല്ലാവരും പണിമുടക്ക് അണിചേർന്നിട്ടുണ്ട്, പണിമുടക്കിയിട്ടുണ്ട്. അവർ സമരരംഗത്തേക്ക് വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഈ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അത് BMS-കാരനായാലും INTC-കാരനായാലും മറ്റേതെങ്കിലും CIT-കാരനായാലും എന്ന് വേണ്ട എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്നതാണ്. അത് അവർക്കറിയാം. അതുകൊണ്ട് നേതൃത്വം സമരരംഗത്ത് നിന്ന് പിന്മാറിയാലും അണികൾ പിന്മാറിയിട്ടില്ല. വെക്കുന്ന മുദ്രാവാക്യവും ഇതിലും BMS-ന് യാതൊരു അനുകൂലമായ നിലപാടില്ല. പക്ഷേ അവർ സമരരംഗത്തേക്കില്ല. ഞാൻ പറഞ്ഞു വന്നത്, മറ്റുള്ള ട്രേഡ് യൂണിയൻ സംഘടനകളെല്ലാം നമ്മൾ വെക്കുന്ന ഈ മുദ്രാവാക്യത്തോടൊപ്പം നിൽക്കാനും പണിമുടക്കിൽ അണിചേരാനും തയ്യാറായിട്ടുണ്ട്. നമ്മൾക്കൊന്ന് കൂടി ആലോചിക്കാം എന്നാണ് അതിന്റെ സംസ്ഥാന നേതൃത്വം ഇങ്ങോട്ട് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ 17-ാം തീയതി തിരുവനന്തപുരത്ത് സംസ്ഥാന കൺവെൻഷൻ വിളിച്ചു. സെക്രട്ടേറിയറ്റ് മാർച്ചും അതുപോലെ സെപ്റ്റംബർ 3-ാം തീയതിയുടെ പണിമുടക്കും അത് ദിവസം ചിലപ്പോൾ മാറ്റണമെന്ന് മറ്റുള്ള സംഘടനകൾ ആവശ്യപ്പെട്ടാൽ ചിലപ്പോൾ ഈ തീയതിക്ക് ചിലപ്പോൾ മാറ്റം വരാം. എന്നല്ലാതെ പണിമുടക്കിന് മുന്നോട്ട് വെച്ച മുദ്രാവാക്യത്തിനോ അല്ലെങ്കിൽ പണിമുടക്കുമായി മുന്നോട്ട് പോകുന്ന തീരുമാനത്തിനോ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. അതിൽ മാറ്റം വരെ ഉണ്ടാവണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ ഗവൺമെന്റിയും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരുമായും ചർച്ച നടത്തി ഒരു തീരുമാനമെടുത്തു വെച്ചിട്ടുണ്ട്. ആ തീരുമാനം നടപ്പാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ തയ്യാറാവണം. അങ്ങനെ തയ്യാറാവുന്നില്ല എങ്കിൽ ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ അതിനുവേണ്ടി വേണ്ട നിർദ്ദേശം കൊടുക്കാൻ വകുപ്പ് മന്ത്രിമാർ തയ്യാറാകണം. അതിനുവേണ്ടി അവരെ ശ്രദ്ധ ചെലുത്തണം എന്നാണ് ഈ സമരവുമായി മുന്നോട്ട് വെക്കുന്നത്. ട്രാൻസ്പോർട്ട് മേഖലയിൽ കേന്ദ്ര ഗവൺമെന്റിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെന്റാണ് ചെയ്യേണ്ടത്, കേന്ദ്ര ഗവൺമെന്റാണ് ചെയ്യേണ്ടത്. നാഷണൽ പെർമിറ്റിലൂടെ സർവീസ് നടത്തുന്ന ഇന്ത്യ തൊഴിലാളികൾക്കായാലും ഇത്തരം വാഹന നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടായാലും ഇന്ത്യയിൽ നിലനിൽക്കുന്ന മോട്ടോർ വാഹന നിയമത്തിൽ 73% കേന്ദ്ര ഗവൺമെന്റിന്റെ കൈകളിലാണ്. അങ്ങനെ കേന്ദ്ര ഗവൺമെന്റിന്റെ കൈകളിലുള്ള ഈ മോട്ടോർ വാഹന നിയമം, ആ നിയമത്തിൽ കാലോചിതമായ മാറ്റം വരുത്തുന്നതിന് CIT ഒരിക്കലും തടസ്സം നിന്നിട്ടില്ല. അങ്ങനെ മാറ്റം വരുത്തുമ്പോൾ അത് രാജ്യത്തിനും തൊഴിലാളികൾക്കും ഗുണകരമാകണം എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഉപയോഗപ്പെടുത്താതെ പുതിയ പേര് പറഞ്ഞുകൊണ്ട് നടപടികൾ സ്വീകരിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അല്ലെങ്കിൽ കാര്യം? ഒരു മതേതര ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഈ മതേതര ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ എന്ത് തന്നെ ഒരു കുറ്റവാളിയായി ഒരാളെ പ്രഖ്യാപിക്കണമെങ്കിൽ ഒരു ജഡ്ജിക്ക് സുപ്രീം കോടതി ആയിക്കോട്ടെ, ഹൈക്കോടതി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റ് ആയിക്കോട്ടെ, ഒരു കുറ്റവാളിയായി പ്രഖ്യാപിക്കണമെങ്കിൽ അദ്ദേഹം ചെയ്ത തെറ്റെന്താണെന്ന് എല്ലാ രണ്ട് ഭാഗവും അന്വേഷിച്ച് വക്കീലന്മാർ. ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലുള്ള നിലനിൽക്കുന്ന നിയമവ്യവസ്ഥ. എന്നാൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയത് എവിടെയെങ്കിലും അപകടമുണ്ടായാൽ, ഓരോ അപകടത്തിൽ ഒരു പരിക്ക് പറ്റിയേ ഒരാൾ ആസ്പത്രിയിലായി പോയാൽ ഡ്രൈവറുടെ ലൈസൻസ് കട്ട് ചെയ്യുക, 5,000-ഉം 10,000-ഉം പിഴ ചുമത്തുക. ഏകപക്ഷീയമായി പോലീസ് തീരുമാനിക്കുകയാണ്.
പോലീസ് രാജ് നടപ്പാക്കാൻ 1977 ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ കാലത്ത് പോലും നടപ്പിലാക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഓരോ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ, അല്ലെങ്കിൽ ഇതെല്ലാം ഞങ്ങളുടെ തലവിധിയാണ്, ഇതെല്ലാം ഞങ്ങളുടെ ഒരു ദുർവിധിയാണ് എന്ന് കണ്ടുകൊണ്ട് അതെല്ലാം ഞങ്ങൾ സഹിച്ചോളാം എന്ന് പറഞ്ഞ് തൊഴിലാളികൾ സഹിക്കാൻ തൊഴിലാളികൾ തയ്യാറല്ല. അതിന് ഞങ്ങൾ തയ്യാറല്ല എന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും ബന്ധപ്പെട്ട അധികാരികളെയും അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സമരവുമായി പണിമുടക്ക് ഉൾപ്പെടെയുള്ള സമരവുമായി മുന്നോട്ട് പോകാൻ CIT തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ ഇനി വരുന്ന ആളുകളും ചിലപ്പോൾ 3-ാം തീയതി ആണെങ്കിൽ 3-ാം തീയതി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദിവസം അങ്ങനെ പണിമുടക്ക് നടത്തേണ്ടി വന്നാൽ അവസാനത്തെ ആയുധം എന്ന രീതിയിലേക്ക് ഈ രംഗത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ഒരു പണിമുടക്ക് സമരത്തിലേക്ക് പോകും. അങ്ങനെ പണിമുടക്ക് സമരത്തിലേക്ക് പോകുമ്പോൾ ഞങ്ങളെ സഹായിക്കാൻ ഈ നാട്ടിലെ നല്ലവരായ മുഴുവൻ ജനങ്ങളുടെയും എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നടന്ന ഈ ധർണാ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ തൊഴിലാളി സഹാക്കളെയും CIT കാസർഗോഡ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ധർണാ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ലാൽ സലാം സഹാക്കളെ. 100-200 ലോറി ഉടമകളുണ്ട്. ആ ഉടമകളെല്ലാം തന്നെ ഈ പണിമുടക്കുമായി അല്ലെങ്കിൽ ഈ വിഷയവുമായി CIT സമരം നടത്തുമ്പോൾ ഞങ്ങളും ഈ സമരത്തിൽ ബന്ധപ്പെട്ട രീതിയിലേക്ക് നമുക്ക് സംഘടന എന്ന രീതിയിലേക്ക് ഇടപെട്ടുകൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യാൻ നമ്മൾക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കഴിയണമെങ്കിൽ സംഘടന പ്രവർത്തനം കാര്യക്ഷമമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ ഇത്തരം സംഘടനാ പ്രവർത്തനവുമായി മുന്നോട്ട് ഇന്ത്യ രാജ്യത്ത് തന്നെ തൊഴിൽ ചെയ്യുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രകൃതിക്ക് ദോഷകരമായി വരുന്ന രീതിയിലേക്കുള്ള ഖനനങ്ങൾ എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ City Gold and Diamonds, Kerala and Karnataka. Thank you.